നല്ല പൂ പോലുള്ള ഇടിയപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു വെജ് കുറുമയുമായാലോ? ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഇടിയപ്പം എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. വെജ് കുറുമയുടെ റെസിപ്പി മറ്റൊരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇടിയപ്പം അഥവാ നൂൽപുട്ട് തയ്യാറാക്കുന്നതിനായി നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നൂൽപുട്ട് പൊടിയോ അല്ലെങ്കിൽ പത്തിരിപ്പൊടിയോ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പൊടിയോ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടി നന്നായി നനച്ചെടുക്കുന്നതിനായി നമുക്ക് കുറച്ച് വെള്ളം കൂടി തിളപ്പിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളമാണ് തിളപ്പിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ ബ്രാൻഡിനനുസരിച്ച് വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസം വരാം. വെള്ളം ഇതുപോലെ നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായി പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന്റെ ശേഷം വെള്ളം തണുക്കാനായി അനുവദിക്കാതെ വീണ്ടും അടുപ്പത്ത് തന്നെ വെക്കണം. വീണ്ടും ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ പൊടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം മുഴുവനും തിളച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് പൊടി ആവശ്യത്തിന് പാകമാകുന്നത്. ചൂടാറിയ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇങ്ങനെ വെള്ളമെല്ലാം നന്നായി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൃത്യമായ അളവിൽ ചേർത്ത് കൊടുത്താലാണ് നൂൽപുട്ട് നന്നാവുക. അല്ലെങ്കിൽ ഒന്നുകിൽ പൊടി ലൂസായി പോവുകയോ അല്ലെങ്കിൽ പൊടി നല്ല രീതിയിൽ ടൈറ്റായി പോവുകയോ ചെയ്യാം. ഇങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഞാനിത് ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നൂൽപുട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പാണ് വെച്ചിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നൂൽപുട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനായി ഞാനിവിടെ ഇഡ്ഡലി തട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള നൂൽപുട്ടിൻ്റെ തട്ടോ അല്ലെങ്കിൽ ഇലയിലോ പരത്തിയെടുക്കാവുന്നതാണ്. അതിനായി ഞാൻ ഈ ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മാവ് നിറച്ചു കൊടുക്കാം. അതിനുശേഷം അച്ചടച്ച് കൊടുത്ത് നമുക്ക് ഇത് ഈ നൂൽപുട്ടിൻ്റെ തട്ടിലേക്കൊന്ന് പീച്ചി കൊടുക്കാം. പൊടിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൻ്റെ അളവ് കൃത്യവും അതുപോലെ തന്നെ നല്ല ചൂടോട് കൂടിയ വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇതുപോലെ എളുപ്പത്തിൽ പീച്ചിയെടുക്കാവുന്നതാണ്. വെള്ളം കുറച്ച് ചൂട് കുറഞ്ഞതോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ പൊടി നല്ല രീതിയിൽ തന്നെ ടൈറ്റായി പോകും. ഇങ്ങനെ എല്ലാ കുഴിയിലും ആവശ്യത്തിന് മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുള്ള ഇഡ്ഡലി ചെമ്പിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. നൂൽപുട്ട് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ട് ഇഡ്ഡലി ചെമ്പിൽ നിന്നും മാറ്റി തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇളക്കി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ള മാവ് കൂടി ഇതേ രീതിയിൽ ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമെല്ലാം എന്നെ ഒന്ന് അറിയിക്കൂ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.